അമിത്ഷായുടെ വസതിയിൽ ഇപ്പോൾ വളരെ നിർണായകമായ ഒരു യോഗം നടക്കുകയാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ യോഗം ചേരുന്നത്. പി ബസന്ത് വിവരങ്ങളുമായിട്ട്. ബസന്ത്, വളരെ പ്രധാനപ്പെട്ട യോഗമാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം അത് പാകിസ്ഥാനെ ഉലച്ചു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഷിംല കരാറിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങും എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ ഇതിൽ തുടർ നടപടികളെ കുറിച്ചുള്ള ആലോചനയാണോ ഈ യോഗത്തിൽ? മറ്റെന്തൊക്കെ വിഷയങ്ങൾ ചർച്ചയാകുന്നു? ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിലാണ് ഇപ്പോൾ യോഗം നടക്കുന്നത്. ജലശക്തി മന്ത്രി CR പാട്ടീൽ, അതോടൊപ്പം തന്നെ വിദേശമന്ത്രി S ജയശങ്കർ തുടങ്ങിയവരൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനം ഔദ്യോഗികമായി ഇന്ത്യ പാകിസ്ഥാനെ ഇന്നലെ രാത്രി അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ജലവിഭവ മന്ത്രാലയമാണ് പാകിസ്ഥാന്റെ ജലവിഭവ മന്ത്രാലയത്തെ ഇത് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. 1960 കരാറിൻ്റെ 12(3) വകുപ്പുകൾ പ്രകാരം ഞങ്ങൾ ഈ കരാർ മരവിപ്പിക്കുന്നു എന്നുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അതിർത്തി കടന്നുള്ള ഭീകരവാദം നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു, പിന്നീട് ഒരു ക്ലീൻ എനർജി അല്ലെങ്കിൽ ഹരിത ഊർജം, അതോടൊപ്പം തന്നെ മാറുന്ന ജനസംഖ്യാപരമായ കാരണങ്ങൾ, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഇതിൽ നിന്നും മരവിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് കരാർ മരവിപ്പിക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് പാകിസ്ഥാന് ഈ കരാർ പ്രകാരം 80% വെള്ളം ലഭിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് നൽകാൻ തയ്യാറല്ല എന്നുള്ള തരത്തിലുള്ള ഒരു തീരുമാനമാണ്. അതെങ്ങനെ നടപ്പാക്കും എന്നുള്ളതാണ് ഇനി കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള ഒരു പ്രധാന കടമ്പ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ഒരു യോഗം വളരെ നിർണായകമാണ്. കാരണം പാകിസ്ഥാന്റെ പൊള്ളയായ വാദങ്ങളെ ഒക്കെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു യോഗം വളരെ പ്രധാനമാണ് നമ്മൾ പറയുമ്പോൾ തന്നെ ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ഈ യോഗത്തിൽ നിന്ന് പുറത്തേക്ക് വരും, അതിന്റെ ഭാഗമായി എന്തൊക്കെ നടപടികളായിരിക്കും ഇന്ത്യ ഇനി മുന്നോട്ട് പോവുക? ഇതിൽ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ജലം വെള്ളം ഒഴുകിപ്പോകുന്നത് എങ്ങനെ തടയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇത് നടപ്പാക്കുക എന്നുള്ളതാണ്. ഈ കരാർ മരവിപ്പിക്കൽ എന്ന് പറയുമ്പോൾ പാകിസ്ഥാന് ഇപ്പോൾ ലഭിക്കുന്ന 80% ജലം എന്ന് പറയുന്നത് ഏത് തരത്തിൽ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഈ നദികൾക്ക് കുറുകെയൊക്കെ ഇന്ത്യക്ക് അണക്കെട്ടുകളുണ്ട്. ഈ അണക്കെട്ടുകൾ ഇപ്പോൾ കിഷൻ ഗംഗ പദ്ധതിയുണ്ട്. അങ്ങനെ വിവിധ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള അണക്കെട്ടുകൾ പലയിടത്തും നിർമ്മാണത്തിലുള്ളതുണ്ട്, നിർമ്മാണം പൂർത്തിയാക്കിയവയുണ്ട്, പിന്നെ ബാരേജുകളുണ്ട്. അപ്പോൾ ഇവയെല്ലാം ഏത് തരത്തിലാണ് ഈ ജലം നിയന്ത്രിക്കുക അല്ലെങ്കിൽ ജലത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഇതിൽ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സമയമെടുത്തുകൊണ്ട് തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ സർക്കാരിന് ഇവ നടപ്പാക്കാനും കഴിയുന്നത്. പല തരത്തിലുള്ള വാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതായത് ഇത് പൂർണ്ണമായും നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ളത്. അതായത് പല നദികൾക്ക് കുറുകെയും അണക്കെട്ടുകൾ നിർമ്മിക്കേണ്ട ഒരു സാഹചര്യം തന്നെ ഉണ്ട്. അപ്പോൾ അത് വർഷങ്ങളെടുക്കും എന്നുള്ളൊക്കെ തരത്തിലുള്ള വാദങ്ങളുണ്ട്. പക്ഷേ സർക്കാർ പറയുന്നത് അതല്ലാതെ തന്നെ നിലവിലുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇത് കരാറിൽ നിന്ന് പിന്നോട്ട് പോകാനും അതോടൊപ്പം തന്നെ ഈ ജലം പൂർണ്ണമായും അല്ലെങ്കിൽ 80% പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് നിയന്ത്രിക്കാനും അത് ഇന്ത്യയിലേക്ക് വഴിതിരിച്ചു വിടാനുമുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ നിയമപര നടപടികൾക്ക് വഴിവെക്കുമെന്ന് പാകിസ്ഥാൻ ഇന്നലെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്.